ഞങ്ങൾ കുറെ സ്ത്രീകൾ ചേർന്ന് മഞ്ഞൾ കൃഷി നടത്തുന്നുണ്ടായിരുന്നു. കുഴപ്പമുണ്ടോ? പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരോടും കളിക്കുന്നത് പോലെ ശോഭാ സുരേന്ദ്രനോട് വേഷം കെട്ടുമായിട്ട് സലാം വന്നു വരുന്നത്. എന്താണ് കേസ്, കോടതി എന്നൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും. പിന്നെ അടുത്തു വന്നിട്ടാണ് ഇല്ലാത്ത ആരോപണം സലാം ഇപ്പൊ ഉന്നയിച്ചതുപോലെ അടുത്തു വന്നിട്ടാണെങ്കിൽ നല്ല കൈക്കോട്ട് കൊണ്ട് മണ്ണ് കളച്ച് മറിച്ച് അത്യധ്വാനം ചെയ്ത കരുത്തുള്ള കൈയാണ്. അടിച്ച് കാരണക്കുട്ടി പൊളിക്കാൻ രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ ഇതിന്റെ എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല. സലാമേ, അടിച്ച് ഞാൻ കർണക്കുറ്റി പൊട്ടിക്കുമെന്ന് പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ. പബ്ലിക്കായി ശോഭാ സുരേന്ദ്രൻ ഈ വാർണിംഗ് നൽകിയത് വേറെ ആരോടുമല്ല, നമ്മുടെ അമ്പലപ്പുഴയിലെ MLA ആയ സലാമിനോടാണ്. ഈയിടെ ശോഭാ സുരേന്ദ്രൻ നടത്തുന്ന ഓരോ വാർത്താ സമ്മേളനത്തിലും ഓരോ കഥകൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് തനിക്കെതിരെ ഉണ്ടായ ഒരു ആശുപത്രിയുടെ നീക്കം സഹിതം തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ വീഡിയോയും വൈറലായിരുന്നു. എന്തായാലും എന്ത് കാരണത്തിന് പുറത്താണ് അടിച്ചു ഞാൻ കർണം പൊട്ടിക്കുമെന്ന തരത്തിൽ ഇത്ര പബ്ലിക്കായി സ്ഥാനാർത്ഥി MLAക്ക് മുന്നറിയിപ്പ് നൽകിയതെന്നറിയാൻ ഒരാകാംക്ഷ എനിക്കുണ്ട്. നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ പറയൂ ശോഭേച്ചി, എന്തായിരുന്നു ഇത്രയധികം നിങ്ങളെ പ്രകോപിപ്പിച്ച കാരണം? എനിക്കെതിരെ ഈ സലാം MLA ഇന്നും ഇന്നലെ തുടങ്ങിയ പണിയല്ല. ഞാൻ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മലപ്പുറത്തും കോഴിക്കോടുമുള്ള തീവ്രവാദ സംഘടനയുടെ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി കഴക്കൂട്ടത്ത് ഒരു വ്യാജ ഓഡിയോ ഇറക്കിയ ആളാണ് നിങ്ങളുടെ സലാം. ഞാൻ ഈ മഹാനോദ കാണണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തില് ഇന്ന നിയോജക മണ്ഡലത്തിലാണ്. കാരണം ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പെട്ടെന്ന് വന്ന് ഒരു സ്ഥാനാർത്ഥി ആയ ആളാണ്. അതായത് എന്റെ സംസ്ഥാന ഘടകവും ദേശീയ ഘടകവും ആലപ്പുഴയിൽ എനിക്ക് മത്സരിക്കാൻ സാധിച്ചു. ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ പോലെ വികസനമില്ലാത്ത ഒരു മണ്ഡലം കേരളത്തിലുണ്ടോ എന്ന് തന്നെ സംശയം. അപ്പോ ഈ കഥ കുറച്ചുനാൾ മുന്നേ തുടങ്ങിയതാണല്ലേ? ഒരു ഓഡിയോയാണ് പ്രശ്നത്തിന് കാരണമെന്ന് ഇതിൽ നിന്ന് വ്യക്തവുമാണ്. എന്നാ എന്തായിരുന്നു ആ ഓഡിയോയിൽ എന്നുള്ള കാര്യം ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുമില്ല. പിന്നെ ഉള്ളി സുര എന്ന് പറഞ്ഞ് നമ്മുടെ സുരേന്ദ്രൻ ജിക്ക് പേരിട്ടതുപോലെ നമ്മുടെ ശോഭാജിക്കും അദ്ദേഹം ഒരു പേരിട്ടിരുന്നു. അതെന്താണെന്ന് ഞാനായിട്ട് പറയുന്നില്ല, ശോഭാജി തന്നെ പറയും. ഒരു തവണ MLA സലാം പറഞ്ഞത് എനിക്ക് മഞ്ഞൾ കൃഷിയാണ് എന്നാണ്. മഞ്ഞൾ കൃഷി ഇത്ര മോശം പരിപാടിയാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഞങ്ങൾ കുറെ സ്ത്രീകൾ ചേർന്ന് മഞ്ഞൾ കൃഷി നടത്തുന്നുണ്ടായിരുന്നു. കുഴപ്പമുണ്ടോ? പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരോടും കളിക്കുന്നത് പോലെ ശോഭാ സുരേന്ദ്രനോട് വേഷം കെട്ടുമായിട്ട് സലാം വന്നു വരുന്നത്. എന്താണ് കേസ്, കോടതി എന്നൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും. പിന്നെ അടുത്തു വന്നിട്ടാണ് ഇല്ലാത്ത ആരോപണം സലാം ഇപ്പൊ ഉന്നയിച്ചതുപോലെ അടുത്തു വന്നിട്ടാണെങ്കിൽ നല്ല കൈക്കോട്ട് കൊണ്ട് മണ്ണ് കളച്ച് മറിച്ച് അത്യധ്വാനം ചെയ്ത കരുത്തുള്ള കൈയാണ്. അടിച്ച് കാരണക്കുട്ടി പൊളിക്കാൻ രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ ഇതിന്റെ എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല. ഹോ, ഈ രാഷ്ട്രീയക്കാർക്ക് എന്തൊക്കെ പേരുകളല്ലേ? ഒന്നുമില്ലെങ്കിലും കൂട്ടത്തിൽ ഇത്തിരി ഗാംഭീര്യം കൂടിപ്പോയ പേര് നമ്മുടെ മുഖ്യന് തന്നെയാണ്, ഇരട്ടച്ചങ്കനെന്ന്. അപ്പോ ഇനി ഈ പേര് കേട്ട് ഭയന്നിട്ടെങ്ങാനാകോ ED മുഖ്യനെ ചോദ്യം ചെയ്യാത്തത്? അല്ല, അതിൽ ഏറ്റവും കൂടുതൽ വിഷമം നമ്മുടെ രാഹുൽജിക്ക് തന്നെയാണ്. എപ്പോഴും അവർ ഞങ്ങളെ മാത്രമേ കുറ്റം പറയുന്നുള്ളൂ, BJP പറ്റി മുഖ്യൻ ഒരു വാക്ക് പോലും മിണ്ടാറില്ല എന്നൊക്കെയാണ് രാഹുലിന്റെ പരാതി. And the second question, I am 24/7 attacking the BJP and the Chief Minister of Kerala is 24/7 attacking me. So this is a bit puzzling. He says he is fighting ideological battle against the BJP, but I know the BJP, because when you fight ideological battle against the BJP, they attack you with everything they have. But there is no attack on the Chief Minister of Kerala. It is not that there are no issues, there are corruption issues. So this is something the people of Kerala should think of. ഒന്നാമത് മകളുടെ കാര്യത്തിൽ ടെൻഷൻ അടിച്ച് ഒരു ചങ്ക് തകർന്നിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഇനി BJPക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം അടുത്ത ചങ്ക് കൂടി തകരാനെന്ന നിലപാടാണ് നമ്മുടെ മുഖ്യനുള്ളത്. എന്തായാലും അത് ഒരു പരസ്യമായ രഹസ്യമാണെന്ന് തന്നെ പറയാം. Why is none of this happening to the Chief Minister of Kerala? Why is his membership not being taken away? Why is his house not being taken away? Why is he not being interrogated by the ED, CBI and all these? Two chief ministers are in jail. How come none of this is happening to the Chief Minister of Kerala? ഇനിയും ഇതിന് മറുപടി നൽകിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇരട്ടച്ചങ്കനെന്ന് പറഞ്ഞ് ഞാനിരിക്കുന്നത്? ഇനി മേലാൽ
ഇമാതിരി ഡയലോഗ് അടിച്ചാൽ ഞാൻ നിന്റെ ഇരട്ടപ്പേരങ്ങ് പറഞ്ഞു കളയുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചായിരുന്നു മുഖ്യന്റെ മാസ് എൻട്രി. രാഹുൽ ഗാന്ധി, നിങ്ങള് നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട്, ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ, അത് നല്ലതല്ല. യു മീൻ പപ്പു അതോ അമുൽ ബേബിന്നോ? ഇതിലേത് പേരാ മുഖ്യ നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല, സത്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ആരാ ഈ പേരിട്ടത്? അത് BJPയുടെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു 2014. രാഷ്ട്രീയ എതിരാളികളെ ഭയങ്കരമായി അധിക്ഷേപിക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രി അത് വിളിക്കി. കാരണം BJP അദ്ദേഹത്തെ കളിയാക്കി പരിഹസിച്ച് വിളിക്കുന്ന പേരാണ്. ഇപ്പോൾ പിണറായി വിജയൻ മോഡിയുടെ തോളിൽ കൈയിട്ടിട്ട് രാഹുൽ ഗാന്ധി അത് വിളിക്കട്ടെ. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അദ്ദേഹം ആരാണെന്ന്. അപ്പോ ഈ പേരിട്ടത് BJPക്കാരാണെന്നാണോ സതീശേട്ടൻ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഈയിടെയായി നമ്മുടെ പത്മജാജി പറയുന്നത് കേട്ടു, അവരെ ചാണകം എന്ന് വിളിക്കാറുണ്ടെന്ന്. ഇപ്പം എല്ലാവരും എന്നെ സ്ഥിരം, ഞാൻ കമൻസ് നോക്കാറില്ല കേട്ടോ, കാരണം കമൻസ് വായിച്ച നമ്മുടെ അച്ഛനും അമ്മമാരും വരെ എണീറ്റ് നിന്ന് കുഴിന്ന് അടിക്കും. ആ രീതിയിലാണ് പറയുന്നത്. വേറെ ആരുമല്ല, കോൺഗ്രസ് തന്നെയാണെന്ന് എനിക്കറിയാം. സംഘി, ചാണകം എന്നൊക്കെ വിളിക്കുക. അപ്പം എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, ഈ ചാണകം എന്ന് പറയുന്നത് ഏറ്റവും പൂജ്യമായിട്ടുള്ളൊരു വസ്തുവാണ്. കാരണം ഈ പറയുന്ന ആളുകളുടെ അച്ഛനും അപ്പൂപ്പന്മാരും ചാണകം മെഴുകിയ തറയിലല്ലേ കിടന്നിരുന്നത്. പിന്നെ നിങ്ങൾക്കൊക്കെ ചാണകത്തെ പറ്റി നല്ല ജ്ഞാനമാണല്ലോ. കൃഷ്ണകുമാർ ജിയുടെ വാക്കുകൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതായത് ഓരോ വ്യക്തിയും എടുത്തു നോക്കുക, അവരിൽ ചാണകമുണ്ട്. അപ്പൊ ഈ ചാണകം എന്ന് പറഞ്ഞാൽ ഞാനും ചാണകം, നിങ്ങളും ചാണകം. അപ്പോൾ ഇരട്ടപ്പേരുകളിട്ട് പരസ്പരം ചെളിവാരി എറിയാൻ സ്ഥാനാർത്ഥികൾ ശ്രമിക്കുമ്പോൾ അംഗം കൊഴുക്കുകയാണ്. കാണാം, കണ്ടുമുട്ടാം കൂടുതൽ ചൂടൻ വിശേഷങ്ങളുമായി.